എന്താണ് നിങ്ങൾ യു കെയിലുള്ള ബിസിനസ്സുകാരെ മുഴുവൻ ചൈനയെ കൊണ്ടുപോകുന്ന കേട്ടല്ലോ, എന്താണ് ഇത് പരിപാടി? എല്ലാവരെയും നമ്മൾ കൊണ്ടുപോവാം. എന്താണ് ചൈനയിൽ പരിപാടി? ചൈനയിൽ പരിപാടിയല്ല, ചൈനയിൽ യൂഷ്വലി നമ്മൾ ബിസിനസ് എക്സ്കർഷൻസ് നടത്താറുണ്ട്, ജസ്റ്റ് ടു ഹെൽപ്പ് ബിസിനസ് പീപ്പിൾ ടു ഗെറ്റ് നോ മോർ അബൌട്ട് ചൈന പ്രോഡക്ട്സ്, അതുപോലെ അതിൻ്റെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സൊക്കെ സോഴ്സ് ചെയ്യാനും നമ്മളൊരു ടച്ച് ആൻഡ് ഫീൽ കോൺസെപ്റ്റിലാണ് ബിസിനസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കമ്പനി 21 ഇയേഴ്സായിട്ട് അവിടെയുള്ള മാനുഫാക്ചറിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഴ്സിങ്, ട്രേഡിംഗ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൽ ചൈനയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതാണ് നമ്മുടെ കമ്പനി. ബേസിക്കലി അത് തന്നെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വരെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് അവിടെ പോയി സോഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അവിടെ പോയി ബിൽഡ് ചെയ്ത് ഫ്രം സ്ക്രാച്ച് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും പോസിബിൾ ആവുന്ന ഒരു രീതിയാണ് നമ്മുടേതുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വേൾഡിലൊരു ബിഗ്ഗസ്റ്റ് എക്സ്പോ ആണ് കാൻട്ടൺ ഫെയർ എന്ന് പറയുന്നത്, ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സ്പോ. അപ്പോൾ അതിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് പറഞ്ഞാൽ മൂന്ന് സെക്ഷനായിട്ട് അതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ടീമിനെ എല്ലാവരും പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 14 രാജ്യത്തുനിന്ന് മലയാളികൾ തന്നെ 230ഓളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ അന്നിപ്പോൾ ഇപ്രാവശ്യം നമ്മൾ യു കെ നിന്നും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് 3 ഫേസസിലായിട്ട് നടക്കണേന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ്, എങ്ങനെയാണ് ഇത്, എന്തൊക്കെയാണ് ഈ ഓരോ ഫേസസിൻ്റെ പ്രത്യേകത, എന്താണ് ഫേസസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ? ഫേസസ് എന്ന് പറഞ്ഞാൽ അവർ ഡിവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷേ സ്റ്റിൽ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഫേസ് 1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, അതുപോലെ സ്പെയർ പാർട്സ്, ടൂൾസ്, അങ്ങനെ മെഷീനറീസ്, എല്ലാ കാറ്റഗറി മോസ്റ്റ് ഇന്നോവേറ്റീവ് മെഷീനറീസൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലോഞ്ചിങ് കൂടി അവിടെ നടക്കാറ്. പിന്നെ ഫേസ് 2 ആണെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ, ആർക്കിടെക്ചറൽ, കൺസ്ട്രക്ഷൻ, കിച്ചൺ വെയർ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻ ഓറിയൻറ്റഡ്, ഗിഫ്റ്റിങ്ങും അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രോഡക്ട്സുകൾ വരുന്നുണ്ട്. ഫേസ് 3 സ്മോൾ കമ്മോഡിറ്റീസിൻ്റെ ഒരു ഹ്യൂജ് തന്നെയാണ്, ലൈക്ക് ഡ്രസ്സസ്, ഫാബ്രിക്സ്, ടോയ്സ്, സ്പോർട്സ് വെയേഴ്സ്, ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഏരിയകൾ. അങ്ങനെ ഈച്ച് ഡിവൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്റ്റ് എക്സിബിറ്റിംഗ് ആണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ പോകുന്നത് ഏപ്രിൽ 15th to 21st ഫേസ് 1 ഏപ്രിൽ 23rd to 29th നമ്മുടെ ഫേസ് 2 ഏപ്രിൽ 30th to May 5th നമ്മുടെ ഫേസ് 3 അങ്ങനെ 3 ടീമായിട്ട് പോകുന്നു. ഇനി ചിലർ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫേസ് 1ഉം 2 ഒക്കെ ആയിട്ട് ഒരുമിച്ചിട്ട് യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരം ബിസിനസ് ചെയ്യണമെങ്കിലും അത് വരാനും കാണാനും നമുക്ക് പുതിയ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. എക്സാക്ട്ലി. ഇതിലൊരു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു മേജർ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അവിടെ ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും, നല്ലൊരു ബിസിനസ്, നല്ലൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് ഇതെങ്ങനെ, എന്താ, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാന്ന് വരെ ബുദ്ധിമുട്ടാണ്. നല്ല ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, പ്രൊഡക്റ്റ് വരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, 2 days നമ്മൾ കംപ്ലീറ്റ്ലി എക്സിബിഷൻ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 days നമ്മൾക്ക് ഈ ഒരു മേഖലകളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് അവിടെയൊക്കെ പോയി ഏതെങ്കിലും നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെ ഈ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം, അവരായിട്ട് എങ്ങനെ സംസാരിക്കാം, അതല്ലെങ്കിൽ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാം, എങ്ങനെ യൂഷ്വലി ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സെർട്ടൺ ടേംസുകൾ ഉണ്ടാവും. ബിസിനസ്സിലുള്ളവർക്ക് അറിയുന്ന കുറച്ച് ടേംസ്, അപ്പോൾ MOQ, ലീഡ് ടൈം എന്താ, അതുപോലെ FOB, എക്സ് ഫാക്ടറി പ്രൈസിങ്ങിലൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടേംസുകൾ എങ്ങനെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അവരായിട്ട് എങ്ങനെ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഏരിയകൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പിന്നെ അത് കൂടാണ്ട് കാൻറ്റണിൽ വിസിറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പുറത്തെ ചൈന മാർക്കറ്റുകളിൽ കുറച്ചും കൂടി ബെറ്റർ പ്രൈസിലും ക്വാളിറ്റിയിലും, കാരണം നമുക്ക് 32ഓളം പ്രൊക്യൂറിങ് ടീമുണ്ട്. നമ്മുടെ സോഴ്സിങ് ടീം അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഏത് കോർണറിൽ നിന്നും നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് എടുത്തു കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി എല്ലാം കൂടി യൂസ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ എക്സ്കർഷൻ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 2 days അതുണ്ട്. ഒരു ഡേ നമുക്കൊരു മെഗാ ഇവൻ്റ് ഉണ്ട്, എല്ലാവരും കൂടി നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന. അത് കഴിഞ്ഞ് നമുക്ക് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും, ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനും, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും, അതുപോലെ ക്രൂയിസിലൊരു സെലിബ്രേഷനും, അങ്ങനെല്ലാം ഒരു ബിസിനസ് പ്ലസ് ടൂറാണ്. ടൂർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ടേം, ലൈക്ക് ബിറ്റ് ഓഫ് പ്ലഷർ. ഓഫ് കോഴ്സ് റാപ്പിംഗ് അപ്പിന് ചൈന വന്നിട്ട് ചുമ്മാ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ആണെങ്കിലും കുറച്ചൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഓഫ് കോഴ്സ് വേണ്ടതല്ലേ.
അപ്പോൾ അതുണ്ട് എന്തായാലും ഷുവറായിട്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് UK-ലാണ്, ഒരു ബിസിനസിന്റെ ഒരു സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ്. ചൈന എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ കേന്ദ്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള പല ആളുകളുടെ ഒരു ആഗ്രഹമാണ് നല്ല പ്രൊഡക്റ്റ് ചൈനയിൽ വന്ന് എടുത്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതൊക്കെയും പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് സപ്പോർട്ടാണ് ചെയ്തു കൊടുക്കുക? ഞങ്ങളുടെ ഒരു പേഴ്സണലി ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, അപ്പോൾ അതിൽ തന്നെ നമ്മൾ മേജർ മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് ഷാങ്കായിൽ നമുക്കുള്ള. സോ അതിൽ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ R&D ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് പുതുതായിട്ടുള്ള ഐഡിയാസ്. ഇപ്പോൾ ഒരു ചൈനയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യത്തിൽ വെറുതെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് വൈറ്റ് ലേബിൾ ചെയ്യൽ മാത്രമല്ല, ഇനി പുതിയ നമ്മുടെ ഐഡിയകൾക്കും മാർക്കറ്റിന് വേണ്ട രീതിയിൽ ഇപ്പോൾ പലപ്പോഴും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും ആ ഒരു പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ തന്നെ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരുന്നു എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ചെറിയ അപ്ഡേഷൻസ് കൊടുത്ത് നമുക്ക് ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് മുതൽ ഇനിയിപ്പോൾ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യണം, എനിക്ക് നല്ല പ്രോഡക്റ്റ് മതി, വേറെ ഒന്നും ഐ എം നോട്ട് ബോതേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മുതൽ സോഴ്സിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ അത് വൈറ്റ് ലേബിൾ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് അത് ഡോർ ടു ഡോർ ഡെലിവറി ചെയ്ത് ഇനി ഇവിടെ മാർക്കറ്റിംഗ്, ഇപ്പോൾ നമുക്ക് വീഡിയോ പ്രൊഡക്ഷൻ മുതൽ IT കമ്പനി വരെ നമ്മുടെ ഓൺ ബ്രാൻഡിലുണ്ട്. അതായത് നമ്മുടെ ഒരു കമ്പനിയുടെ ഡിഫറൻസ്. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ചെയ്തിട്ടൊന്നുമല്ല, എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻഹൗസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വരുന്ന ഓരോരുത്തർക്കും ഒരു ലൂമിനാർ മെമ്പർഷിപ്പ് ഉണ്ട്. ഈ കാർഡ് ഉള്ളവർക്ക് അത്രയും നല്ല രീതിയിൽ ഈ ഫെസിലിറ്റീസ് ഒന്നും വേറെ എവിടെയും യൂസ് ചെയ്യാൻ പറ്റാത്ത അത്ര ബെനിഫിറ്റിൽ യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം, ഒരു പ്രൊഡക്റ്റ് ഒരാളുടെ തലയിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ എല്ലാ സർവീസസും വൃത്തിക്ക് ചെയ്യുക. കാരണം ഞങ്ങൾക്കറിയാം ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ സക്സസ്, അത് ആ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് അടുത്ത ഓർഡർ ഒരു റിക്കറിങ് മോഡൽ വരാത്തോടത്തോളം കാലം ഒരു വൺ ടൈം സോഴ്സിങ്ങോ അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് കൊണ്ടോ കാര്യമില്ല എന്നുള്ളത് ഏറ്റവും നല്ലപോലെ അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവനെ അത് റിപ്പീറ്റഡ് പർച്ചേസിലോട്ട് എത്തണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഏരിയകളിലുള്ള സപ്പോർട്ടും കൂടി നമ്മൾ കൊടുക്കും. അതാണ് ഞങ്ങൾക്കുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ഡെവലപ്പ് ചെയ്ത് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നവരെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാണ് പരിപാടിയാണോ? ഇതെന്താണ് സംഭവം? ലക്ഷങ്ങൾ ചിലവാവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണയും കൂടിയാണ്. ഇപ്പോൾ ട്രിപ്പിൻ്റെ കേസിന് എടുക്കുക, എക്സ്കേർഷൻ ഞങ്ങൾ ശരിക്കും ഒരു ടൂറിങ് കമ്പനിയൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ എക്സ്കേർഷൻ നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് ഹെൽപ്പ് ആക്കാനാണ്. കാരണം ഇപ്പോൾ ഒരു സിനാരിയോ എടുക്കുക, അപ്പോൾ നമുക്ക് ആഗ്രഹിച്ച് ഒരാൾ ഇരുന്ന് കുറേ റിസർച്ച് ചെയ്ത്, അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്യുക, ഇൻ്റർനെറ്റിൽ കുറേ നോക്കി അതിലാര് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് നോക്കി ഇരുന്ന് കുറേ സമയം നമ്മൾ അങ്ങനെ കളയുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഡ് അതിൻ്റെ ഒരു ബേസിക് എമൗണ്ടിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സ്പോ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ കാരണം എന്താ വെച്ചാൽ വെൻ യു നോ ഇന്നോവേഷൻ, അത് ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്ത് അത് കണ്ട് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇന്ന പ്രോഡക്റ്റ് ഈ രീതിയിൽ ഇറക്കിയാൽ കൊള്ളാം എന്നുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ഇതുപോലത്തെ എക്സ്പോ കാണുമ്പോഴാണ് പറയുന്നത് ലോകം ഇതിൻ്റെ ഏതോ അറ്റത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതിയിൽ നിന്നും എത്രയോ മേലെ അതിൻ്റെ ഓൾറെഡി പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എവിടെ കിടക്കുന്നതെന്ന് പല സമയത്തും അറിയാം. ഇപ്പോൾ ഈ ഓൺലൈനിൽ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ആക്ച്വലി ഗ്ലോബലി നടക്കുന്നത്. അപ്പോൾ അതൊരു മെയിൻ കാരണം. പിന്നെ ഈ ഒരു എക്സ്കർഷൻ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് പേഴ്സണലി ഇപ്പോൾ ലാസ്റ്റ് ടൈം അറൗണ്ട് 230+ മെമ്പേഴ്സ് വന്നത് അവരുടെ ആ ഒരു നെറ്റ്വർക്കിങ്ങും ഒരു കണക്ടിവിറ്റിയും സെയിം ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ളവർ തമ്മിലുള്ള ഡിസ്കഷൻസും, അതിനുശേഷം പാർട്ട്നേർഡായിട്ട് ഇപ്പോൾ പലർക്കും ഐഡിയാസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ചിലർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഐഡിയാസ് ഇല്ല, ചിലർക്കും ഒരുമിച്ച് ചെയ്യാൻ നല്ലൊരു ഒരു ബഡ്ഡി പാർട്ട്ണർ വേണം. ഇതൊന്നും ചിലപ്പം നമുക്ക് ലൈഫിൽ നിന്ന് തന്നെ വെറുതെ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രാക്ഷൻസും ഇതുപോലത്തെ നെറ്റ്വർക്കിംഗ് കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പല ഇനാഗ്രേഷൻസ് ഇപ്പോൾ ലാസ്റ്റ് ടൈം നടന്നത് ഇവിടെ വന്ന് നമ്മുടെ കൂടെ വന്ന 2 പേര് അവിടെ ചെയ്തു, ഒരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴാണ്. അപ്പോൾ
ലക്ഷങ്ങളല്ല ശരിക്കും അതിൻ്റെ ഒരു ഇതുള്ളൂ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയല്, ഞാൻ പറ്റുന്നവരോടൊക്കെ പറയല്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. ചൈന വിസിറ്റ് ചെയ്യണം, ഇത് എക്സ്പ്ലോർ ചെയ്യണം, കണക്ടിവിറ്റി യൂസ് ചെയ്യണം. പിന്നെ ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ടാക്കിയെടുത്ത ഒരു സിസ്റ്റമാണത്. ഇതൊരു 5 ദിവസം 6 ദിവസം സ്പെൻഡ് ചെയ്ത് വരുന്നവർക്കെല്ലാം നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ ഈസിലി കാണാൻ പറ്റും. പോക്കറ്റ് കീറുക എന്ന് പറഞ്ഞപ്പോൾ ടൂറ് പോയി നിങ്ങളവിടെ ഇപ്പോൾ പേഴ്സണലി ഒറ്റയ്ക്ക് പോയപ്പോൾ പലരും അത് ചോദിക്കും, ഒറ്റയ്ക്ക് പോകുന്നത് ബെനിഫിറ്റ് ആണോ, എങ്ങനെ പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ ടൂറിങ് പരിപാടി അല്ലാത്തത് കൊണ്ട് അതൊരു ബിസിനസ് മോഡലല്ല. ഞങ്ങളുടെ ഒരു ആക്ച്വൽ മെത്തേഡ് എന്താ വെച്ചാൽ ആൾക്കാർ അവിടെ വരണം, ഇത് കാണണം, ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം. ഇനി യൂസ് ചെയ്യാതെ തിരിച്ചു പോയി കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ എപ്പോഴെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ട്രാവലിങ്ങും അതിന് വേണ്ട ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് പ്രോപ്പറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോഡൽ. അപ്പോൾ അത് കാരണം വളരെ ഫീസിബിൾ എമൗണ്ടിൽ തന്നെ ഇതെല്ലാം ചെയ്ത്, ഇപ്പോൾ വിസ, ടിക്കറ്റ്സ്, അതുപോലെ അവിടെ 4 സ്റ്റാർ അക്കോമഡേഷനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യലുള്ളൂ. അല്ലെങ്കിൽ 5 സ്റ്റാർ പോസിബിൾ ആവുകയാണെങ്കിൽ ഫുഡ് എല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അത് കൂടാണ്ട് ക്യാൻറ്റണും അതിൻ്റെ ട്രാവലിങ്ങും. ഇപ്പോൾ സിമ്പിളായിട്ട് അവിടുത്തെ ഈ ഒറ്റയ്ക്ക് പോയാലല്ലേ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നവരോട് നമ്മളെപ്പോഴും പറയലുണ്ട്, ഒരു ½ an hour ടാക്സി ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് 200 to 210 യുവാൻ കൊടുക്കണം. അതിൻ്റെ മേലേക്ക് ആവും മിക്കവാറും. അപ്പോൾ അത് അറൗണ്ട് 2500 rupees അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ 25 pound അടുത്തേക്കൊക്കെയാണ് ഇവിടുത്തെ ഏകദേശം ആ ചാർജിന്. അതൊരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാഭവും ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ടേക്കൺ കെയർ ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്കൺ കെയർ ആണ്. ഫുഡ് വലിയൊരു ബുദ്ധിമുട്ടാണ് പലർക്കും അവിടെ വന്നു കഴിഞ്ഞാലുള്ളത്. അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വേയിൽ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരന് വന്നു കഴിഞ്ഞാൽ അവന് ബിസിനസ് എന്ന് പറയുന്നതിലേക്ക് എന്തൊക്കെ ഫോക്കസ് ചെയ്യുക അത് മാത്രം നമ്മൾ വെച്ച് ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഏറ്റെടുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് ഫീസിബിളാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. വന്നവരും എമൗണ്ട് ഇപ്പോൾ നമുക്കൊരു 1650 pound ആണ്. അതല്ലേ ഞാൻ പറഞ്ഞത്, എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കടന്ന് എല്ലാം ഒരു 0 expense അതിൻ്റെ അപ്പുറത്തേക്ക്. അതിൽ ഇൻഷുറൻസ് $50,000 ഇൻഷുറൻസ് കവേർഡാണ്. അതുപോലെ ടിക്കറ്റ്, വിസ, 4 സ്റ്റാർ അക്കോമഡേഷൻ, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ എല്ലാം ഓൾമോസ്റ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പറയരുത്, ബാക്കിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം കൂടിയിട്ട് 1700 ഇല്ല, 1650. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ നമ്പർ അങ്ങനെന്തോ പറയുമല്ലോ, അതാ ഇവിടെ നമ്പർ ഉണ്ട്. കോണ്ടാക്ട് ചെയ്യുന്നവരുടെ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ടൂറിങ് പരിപാടിയല്ല. ബിസിനസ്സിനോട് താല്പര്യമുള്ളവർ മാത്രം പേഴ്സണലി കാണരുത്. അവിടെ വന്ന് ടൂർ അടിക്കാനാണെങ്കിൽ ഐ തിങ്ക് ഇന്ന് ഒരുപാട് ബ്രാൻഡുകൾ വേറെ ചൈനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. ക്യാൻറ്റൻ്റെ പേരെല്ലാം പറഞ്ഞ് ഞങ്ങൾ സോൾലി ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചൈനയിൽ വന്നിട്ട് അത് കാണായിരുന്നു അല്ലെങ്കിൽ ഗോങ്ഷോ ഏരിയയിൽ ഷോപ്പ് ചെയ്യായിരുന്നു എന്നുള്ളതൊന്നും മിസ്സാണ്. അതെല്ലാം സെലിബ്രേഷൻസും ഇവൻറ്റും എല്ലാം നമ്മളുണ്ട്. പക്ഷേ കോർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രയോറിറ്റി ബിസിനസ്സിനായിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾക്കൊരു ബിസിനസ് തുടങ്ങുവാനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റോ ഇതിന് എന്ത് സഹായം വേണമെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. ചൈനയാണ് ഇപ്പോൾ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ UK ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായും നമ്മൾ ചെയ്യും. വിത്ത് ഓൾ ഹാർട്ട് നമ്മൾ ചെയ്തിരിക്കും.